അനോമി സിനിമ കണ്ടിട്ട് ജസ്റ്റ് ഇപ്പോൾ വന്നേ ഉള്ളൂ. കുറച്ച് തിരക്ക് കാരണമാണ് ആ സിനിമ കാണാൻ പറ്റാഞ്ഞേ. ഒന്നും ആലോചിക്കേണ്ട, നേരെ പോക്കോ പൈസ മുതലാവും. എഴുതിയിരിക്കുന്ന സംവിധാനം ചെയ്തിരുന്നു റിയാസ് മാരാത്താണ്. മച്ചാൻ നല്ല പണിയെടുത്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ലീനിയറായിട്ട് എഴുതിയിട്ടുള്ളത്, ബട്ട് പക്കയായിട്ട് എഴുതിയിട്ടുണ്ട്. അടിപൊളി പറഞ്ഞാൽ അടിപൊളി, ഒന്നും പറയാനില്ല. എക്കോടെ അത്ര ഇല്ല എങ്കിൽ പോലും കുഴപ്പമില്ല, ആസ്വദിക്കാനുണ്ട്. ക്ലൈമാക്സ് ഉൾപ്പെടെ നല്ല ട്വിസ്റ്റ് ഉണ്ട്. പിന്നെ പ്രധാനപ്പെട്ട് പറയാനുള്ളത്, അറിയാം വലിയ ബഡ്ജറ്റില്ലാണ്ട് എടുത്താണ്, പക്ഷേ അതിലെ സീൻസിലാണെങ്കിലും മേക്കിങ്ങിലാണെങ്കിലും യാതൊരുവിധ കോംപ്രമൈസോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. അടിപൊളിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പുതുമുഖ അഭിനേതാക്കൾ കുറേ ഉണ്ട്, ബട്ട് എല്ലാം നന്നായിട്ടുണ്ട്. ഒരു സീൻ പോലും ആവശ്യമില്ലാത്തില്ല, ഒരു ഡയലോഗ് പോലും ആവശ്യമില്ലാത്തില്ല. ഭാവനയാണെങ്കിലും റഹ്മാനാണെങ്കിലും അവരെ കിട്ടിയ റോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് സിംപ്ലി പറയാനുള്ളത് അടിപൊളിയാണ്, നല്ല പടം. ഇപ്പോൾ BGM ആണെങ്കിലും വില്ലനൊക്കെ കുറച്ച് സസ്പെൻസ് ഉണ്ട്, ബട്ട് എല്ലാം ടോട്ടലി നോക്കുവാണെങ്കിൽ നല്ല സിനിമ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ക്ലൈമാക്സിൽ കുറച്ച് സീക്വൻസ് ഉണ്ട്, അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടും. അമ്മാതിരി രീതിയിലാണ് എടുത്ത് വെച്ചേക്കണത്. ഇതിന് ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട, സയൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കുറച്ച് അറിയുന്ന ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും, ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ മനസ്സിലാവുമെന്ന് അറിയില്ല. ബട്ട് എന്നാൽ പോലും നിങ്ങൾക്ക് കണ്ടിരിക്കാവുന്ന ഒരു നല്ല സിനിമയാണ് അനോമി.